ഹാൻഡ് സ്റ്റിച്ചസ് അതായത് കൈത്തുന്നലുകളും അവയുടെ സാമ്പിളുകളും ഉണ്ടാക്കുന്നത് പരിശീലിപ്പിക്കുന്ന ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ കൈകൊണ്ട് ഈവൻ ബാസ്റ്റിംഗ് തയ്യാറാക്കാൻ, കൈകൊണ്ട് ഒരു അൺഈവൻ ബാസ്റ്റിംഗ് തയ്യാറാക്കാൻ, കൈകൊണ്ട് ഡയഗണൽ ബാസ്റ്റിംഗ് തയ്യാറാക്കാൻ, കൈകൊണ്ട് സ്ലിപ്പ് ബാസ്റ്റിംഗ് തയ്യാറാക്കാൻ, കൈകൊണ്ട് ടൈലേഴ്സ് ടാഗ് തയ്യാറാക്കാൻ പ്രാപ്തരാകും. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്: സ്കെയിൽ 12 ഇഞ്ചസ് ഒരെണ്ണം, HB പെൻസിൽ ഒരെണ്ണം, സിസർ 8 ഇഞ്ചസ് ഒരെണ്ണം, കോട്ടൺ ഫാബ്രിക് 10 സെന്റിമീറ്റർ ഇൻറ്റു 6 സെന്റിമീറ്റർ ഒരെണ്ണം, ത്രെഡ് ഒരെണ്ണം, നീഡിൽ ഒരെണ്ണം, മെഷറിംഗ് ടേപ്പ് ഒരെണ്ണം. ഹാൻഡ് സ്റ്റിച്ചസ്. ബേസിക് സ്റ്റിച്ചസ് 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അവയാണ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ്. കൺസ്ട്രക്റ്റീവ് സ്റ്റിച്ചസ് വീണ്ടും 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു: ടെമ്പററി സ്റ്റിച്ചസ് ആൻഡ് പെർമനന്റ് സ്റ്റിച്ചസ്. ബാസ്റ്റിംഗ് എന്നാൽ ഒരു ടെമ്പററി സ്റ്റിച്ചാണ്. ഇത് പെർമനന്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ 2 അതിലധികമോ ലെയേഴ്സ് ഓഫ് മെറ്റീരിയൽസിനെ ഹോൾഡ് ചെയ്യുവാനായി യൂസ് ചെയ്യുന്നു. സാധാരണയായി ഈ സ്റ്റിച്ച് ഹൊറിസോണ്ടൽ ആയിരിക്കും, കൂടാതെ റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷനിൽ ആയിരിക്കും വർക്ക് ആവുക. ഈ ബാസ്റ്റിംഗ് ആണ് നോട്ടിൽ സ്റ്റാർട്ട് ആകുന്ന ഒരേയൊരു സ്റ്റിച്ച്. ബാസ്റ്റിങ്ങിനു വേണ്ടി സാധാരണയായി കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് ഈസി ആയിട്ട് കാണാനും റിമൂവ് ചെയ്യാനും സാധിക്കൂ. ബാസ്റ്റിംഗ് അവസാനിപ്പിക്കാൻ 2 സ്റ്റിച്ചസ് ഒന്നാക്കിക്കൊണ്ട് അത് മറ്റൊന്നിന്റെ മേലെ വയ്ക്കും. ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാസ്റ്റിംഗ് സ്റ്റിച്ചസ് ഉണ്ട്. 1. ഈവൻ ബാസ്റ്റിംഗ്. ഈവൻ ബാസ്റ്റിംഗ് ഷോർട്ട് ലെങ്ത് ഓഫ് സീംസ് കൂടാതെ ഫോൾഡ്സിലാണ് യൂസ് ചെയ്യുക. 2. അൺഈവൻ ബാസ്റ്റിംഗ്. അൺഈവൻ ബാസ്റ്റിംഗ് ലോങ് ലെങ്ത് ഓഫ് സീംസ് കൂടാതെ ഫോൾഡ്സിലാണ് യൂസ് ചെയ്യുക. 3. ഡയഗണൽ ബാസ്റ്റിംഗ്. ഡയഗണൽ ബാസ്റ്റിംഗ് സെവറൽ ലെയേഴ്സ് ഓഫ് ഫാബ്രിക് സെക്യൂർഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുവാനാണ് യൂസ് ചെയ്യുക. 4. പാഡിംഗ് സ്റ്റിച്ച്. പാഡിംഗ് സ്റ്റിച്ച് കോഡ്സിൽ ലൈനിങ് ആൻഡ് ഇന്നർ ലൈനിങ് ഹോൾഡ് ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. 5. ടൈലേഴ്സ് ടാഗ്സ്. ത്രെഡ് മാർക്സ് എല്ലാം യൂഷ്വലായി അൺഈവൻ ബാസ്റ്റിംഗ് സ്റ്റിച്ചസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് മാർക്സിനെ ലോവർ ലെയർ ഓഫ് ഫാബ്രിക്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കും. സ്റ്റിച്ച് ഈവൻ ബാസ്റ്റിംഗ് ബൈ ഹാൻഡ്. ഈവൻ ബാസ്റ്റിംഗ്. ഈവൻ ബാസ്റ്റിംഗ് സാധാരണയായി ഷോർട്ട് ലെങ്ത് ഓഫ് സീംസിലും ഫോൾഡ്സിലുമാണ് യൂസ് ചെയ്യുക. ഈവൻ ബാസ്റ്റിംഗ് ഹാൻഡ് സ്റ്റിച്ചിൽ ചെയ്യുവാനുള്ള മെത്തേഡ്സ് ചുവടെ കൊടുത്തിരിക്കുന്നു. 10 സെന്റിമീറ്റർ ഇൻറ്റു 6 സെന്റിമീറ്റർ സൈസിലുള്ള 2 കോട്ടൺ ഫാബ്രിക് പീസസ് കട്ട് ചെയ്യുക. കോണിൽ നിന്ന് ത്രെഡ് 15 സെന്റിമീറ്ററിൽ കട്ട് ചെയ്യുക. ത്രെഡിന്റെ ഒരറ്റത്ത് നോട്ട് ഇട്ട് വെക്കുക. ബാൾ പിൻ യൂസ് ചെയ്ത് ഒരു ഫാബ്രിക് മറ്റൊരു ഫാബ്രിക്കിന്റെ മേലെ ഫിക്സ് ചെയ്യുക. ഫാബ്രിക്കിന്റെ സെന്ററിൽ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുക. 0.5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഈക്വൽ സ്റ്റിച്ച് ലെങ്ത് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുക. നീഡിലിനെ ഫാബ്രിക് ബോട്ടത്തിൽ നിന്ന് പോയിന്റ് എയിലേക്ക് കൊണ്ടുവരണം. ശേഷം ത്രെഡ് ടോപ്പ് ലെയർ വരെ മുഴുവനായിട്ടും വലിക്കണം. നീഡിൽ പോയിന്റ് ബിയിൽ ഇൻസേർട്ട് ചെയ്ത് അത് പോയിന്റ് സി വഴി അത് ഫാബ്രിക്കിന്റെ ബോട്ടമിലേക്ക് വലിച്ചു കൊണ്ടുവരണം. നീഡിൽ പോയിന്റ് ഡിയിൽ ഇൻസേർട്ട് ചെയ്ത് പോയിന്റ് ഇ വഴി പുറത്തു കൊണ്ടുവരണം. ഈക്വൽ സ്പേസ് ഉള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് അൺഈവൻ ബാസ്റ്റിംഗ് ബൈ ഹാൻഡ്. അൺഈവൻ ബാസ്റ്റിംഗ്. അൺഈവൻ ബാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ജനറലായി ലോങ് ലെങ്ത് ഓഫ് സീംസിനും ഫോൾഡ്സിനുമാണ് യൂസ് ചെയ്യാറ്. അൺഈവൻ ബാസ്റ്റിംഗ് ബൈ ഹാൻഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ മെത്തേഡ്സ് ചുവടെ കൊടുത്തിരിക്കുന്നു. ടാസ്ക് 1ലെ സ്റ്റെപ്പ് 1 to 15 ഫോളോ ചെയ്യുക. 1 സെന്റിമീറ്റർ ഒപ്പം 0.5 സെന്റിമീറ്റർ ഉള്ള പോയിന്റ്സ് മാർക്ക് ചെയ്ത് അതിന് ഓൾട്ടർനേറ്റീവായി A, B, C, D, E എന്ന് നെയിം ഇടുക. ഫാബ്രിക്കിന്റെ ബോട്ടമിലുള്ള പോയിന്റ് എയിൽ നിന്നും നീഡിൽ എടുത്തുകൊണ്ടുവന്ന് ടോപ്പ് ലെയറിന്റെ മേലെ വരുന്ന രീതിയിൽ ത്രെഡ് പുള്ള് ചെയ്യുക. പോയിന്റ് ബിയിൽ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ബോട്ടം ഓഫ് ദ ഫാബ്രിക്കിലുള്ള പോയിന്റ് സി വഴി നീഡിൽ എടുത്തുകൊണ്ടുവരണം. പോയിന്റ് ഡി വഴി നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പോയിന്റ് ഇ വഴി പുൾ ചെയ്യുക. ശേഷം ഈക്വൽ സ്പേസ് ഉള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ഡയഗണൽ ബാസ്റ്റിംഗ് ബൈ ഹാൻഡ്. ഡയഗണൽ ബാസ്റ്റിംഗ്. ഡയഗണൽ ബാസ്റ്റിംഗ് സാധാരണയായി സെവറൽ ലെയേഴ്സ് ഓഫ് ഫാബ്രിക് സെക്യൂർഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു.
ഡയഗണൽ ബാസ്റ്റിംഗ് ബൈ ഹാൻഡ് സ്റ്റിച്ചിങ്ങിനുള്ള മെത്തേഡ്സ് ചുവടെ കൊടുത്തിരിക്കുന്നു. 10 cm x 6 cm സൈസിലുള്ള 2 കോട്ടൺ ഫാബ്രിക് പീസസ് കട്ട് ചെയ്യുക. ബോൾ പിൻ ഉപയോഗിച്ച് ഒരു ഫാബ്രിക്കിന്റെ മേലെ മറ്റൊരു ഫാബ്രിക് ഫിക്സ് ചെയ്യുക. ഫാബ്രിക്കിന്റെ സെന്ററിൽ 1 cm ഡിസ്റ്റൻസിൽ 2 ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രോ ചെയ്യുക. 2 ലൈൻസിലും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള രീതിയിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അത് A, B, C, D ആൻഡ് A', B', C', D' എന്നിങ്ങനെ പേരുകൾ വയ്ക്കുക. ത്രെഡഡ് നീഡിൽ പോയിന്റ് എയുടെ ഫാബ്രിക്കിന്റെ ബേസിൽ നിന്നും എടുത്തുകൊണ്ടുവരണം. നീഡിൽ B' നിന്നും B' ഇൻസേർട്ട് ചെയ്തിട്ട് ത്രെഡ് പുൾ ചെയ്യുക. അപ്പോഴേ ഡയഗണൽ സ്റ്റിച്ച് ഫോം ആവുകയുള്ളൂ. പോയിന്റ്സിലും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ശേഷം ഡയഗണൽ സ്റ്റിച്ച് നോട്ടിന്റെ ഫാബ്രിക് ബേസിൽ ഫിനിഷ് ചെയ്ത് വെക്കുക. സ്റ്റിച്ച് സ്ലിപ്പ് ബാസ്റ്റിംഗ് ബൈ ഹാൻഡ്. സ്ലിപ്പ് ബാസ്റ്റിംഗ് പ്ലേറ്റ്സ്, സ്ട്രൈപ്സ് കൂടാതെ പ്രിന്റ്സ് പെർഫെക്റ്റ് ചെയ്യുവാനും സഹായിക്കുന്നു. സ്ലിപ്പ് ബാസ്റ്റിംഗ് സീമിംഗ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ആവാതെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. സ്ലിപ്പ് ബാസ്റ്റിംഗ് ബൈ ഹാൻഡ് സ്റ്റിച്ചിങ് മെത്തേഡ്സ് താഴെ കൊടുത്തിരിക്കുന്നു. 10 cm x 6 cm അളവിലുള്ള 2 കോട്ടൺ ഫാബ്രിക് പീസസ് എടുക്കുക. ഒരു പീസ് എടുത്ത് അതിന്റെ ഫാബ്രിക് എഡ്ജിൽ 1.5 cm ഫോൾഡ് ചെയ്യുക. മറ്റൊരു എഡ്ജിൽ 1.5 cm മാർക്ക് ചെയ്യുക. ഫോൾഡഡ് ഫാബ്രിക് മറ്റൊരു ഫ്ലാറ്റ് ഫാബ്രിക്കിന്റെ മേലെ വെച്ച് 1.5 cm എഡ്ജിൽ നിന്നും മാർക്ക് ചെയ്ത് 2 എഡ്ജുകളും പിൻ ചെയ്യുക. 2 ഫാബ്രിക്കുകളും ഒന്നിച്ചു വെച്ച് ഒരു സ്ലാന്റ് സ്മോൾ ലൈനും മാർക്ക് ചെയ്യുക. അതിനെ 1, 2, 3, 4 എന്ന് ടോപ്പ് ഫാബ്രിക്കിൽ നെയിം ചെയ്യുക. ശേഷം A, B, C, D എന്ന് ബേസ് ഫാബ്രിക്കിൽ നെയിം ചെയ്യുക. പിൻഡ് ഫാബ്രിക് ബേസിൽ നിന്നും നീഡിൽ പോയിന്റ് എയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. നീഡിൽ ബാക്ക് സൈഡിലെ 1 വഴി ഇൻസേർട്ട് ചെയ്ത് അത് 2 പുറത്തു കൊണ്ടുവന്ന് വീണ്ടും നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. സ്റ്റിച്ച് ടൈലർ സ്റ്റാക്ക് ബൈ ഹാൻഡ്. ടൈലർ സ്റ്റാക്സ് എന്ന് വെച്ചാൽ ഫാബ്രിക് ലേയേഴ്സിനെ ഒന്നിച്ച് ടെമ്പററി ആയിട്ട് വെക്കുവാൻ സഹായിക്കുന്നു. ഇത് സ്റ്റിച്ചിങ് പ്രിപ്പറേഷന് വേണ്ടി ചെയ്യുന്നു. ഇത് ഫൈനൽ സ്റ്റിച്ചസ് എവിടെയൊക്കെ ചെയ്യണമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബട്ടൺ പൊസിഷൻസ്, ബട്ടൺ ഹോൾ എൻഡ്സിലെല്ലാം ഇൻഡിവിജ്വൽ ടൈലർ സ്റ്റാക്സ് ആണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഡാർട്ട് മാർക്കിംഗ്സ് ഒപ്പം സീംസിലും കണ്ടിന്യൂസ് സ്റ്റാക്ക് സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്യുക. സ്റ്റിച്ചിങ് ടൈലർ സ്റ്റാക്സ് ബൈ ഹാൻഡ് എങ്ങനെ ചെയ്യാമെന്നതിന്റെ മെത്തേഡ്സ് താഴെ കൊടുത്തിരിക്കുന്നു. പാറ്റേൺ പേപ്പർ ടോപ്പിൽ വെക്കുക. എല്ലാ ലേയേഴ്സിലേക്കും പോകുന്ന രീതിയിൽ 1 to 1.5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ലൂസ് റണ്ണിംഗ് സ്റ്റിച്ചസ് ചെയ്യുക. പാറ്റേൺ പേപ്പേഴ്സ് കൂടാതെ ഫാബ്രിക് ലേയേഴ്സ് രണ്ടിലും ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കുറച്ചധികം ടൈൽ അവശേഷിപ്പിച്ചിട്ട് അതിനുശേഷം ലൂസ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോഴേ അത് ലൂപ്സ് പോലെ പ്രൊജക്റ്റ് ആവുകയുള്ളൂ. സർഫേസിൽ ഈ സ്റ്റിച്ചസ് കാണുമ്പോൾ സ്മോൾ ലൂപ്സ് പോലെ അത് തോന്നിക്കണം. നിങ്ങൾ സ്റ്റിച്ചസ് പൂർത്തിയാക്കിയ ശേഷം സ്റ്റിച്ചസിന്റെ ലൂപ്സ് ടോപ്പിൽ കട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായി പാറ്റേൺ പേപ്പർ റിമൂവ് ചെയ്യുക. പെർമനന്റ് സ്റ്റിച്ചസ് പൂർത്തിയാക്കിയ ശേഷം ടൈലർ സ്റ്റാക്കിംഗ് സ്റ്റിച്ച് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെ കൈകൊണ്ടൊരു ഈവൻ ബാസ്റ്റിംഗ് തയ്യാറാക്കാം, കൈകൊണ്ട് എങ്ങനെ ഒരു അൺഈവൻ ബാസ്റ്റിംഗ് തയ്യാറാക്കാം, എങ്ങനെ കൈകൊണ്ട് ഡയഗണൽ ബാസ്റ്റിംഗ് തയ്യാറാക്കാം, എങ്ങനെ കൈകൊണ്ട് സ്ലിപ്പ് ബാസ്റ്റിംഗ് തയ്യാറാക്കാം, കൈകൊണ്ട് എങ്ങനെ ടൈലർ സ്റ്റാക്സ് തയ്യാറാക്കാം എന്നും പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് എല്ലാം തന്നെ വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. അടുത്ത സെഷനിൽ പുതിയൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. നന്ദി.